കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ദേഹം മുഴുവൻ വല്ലാത്ത വേദനയാ. ഇങ്ങനെയാണ് ഞാൻ വേഗം മോളോട്ട് പോവും. ഒരു ന്യൂസ് അറിയിക്കാനുണ്ട് ആന്റി. ന്യൂസ് ഒക്കെ പിന്നെ പറയാം. ഇത്ര നേരമായിട്ട് നീ എവിടെയായിരുന്നു? ഞാൻ താഴേക്ക് വീണു. ചത്തോ ജീവനോടുണ്ടോന്ന് നീ അന്വേഷിച്ചോ? അയ്യോ സോറി ആന്റി, നിങ്ങൾ വേദനിക്കുന്നത് കണ്ട എനിക്ക് സഹിക്കില്ല. എന്റെ വേദന കാണാൻ പറ്റാത്തോണ്ടാണോ അതോ സഹായിക്കാൻ പറ്റാത്തോണ്ടാണോ വരാത്ത? അല്ല, അങ്ങനെയല്ല. വസുവേട്ടത്തിയെ കൊണ്ട് ആന്റിയുടെ കാര്യങ്ങളൊക്കെ ചെയ്യിക്കാനായിട്ടാ. നിന്റെ മുത്തശ്ശി കഥയല്ല, അമ്മായിയോട് പോയിട്ട് പറ. നിനക്ക് വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. ആ നന്ദി വിശ്വാസം ഒന്നും നിനക്കില്ല. അയ്യോ ആന്റി, ആന്റിക്ക് ഇപ്പൊ എന്താ പ്രശ്നം? ഒന്നും അതിന് പറ്റിയില്ലല്ലോ. എനിക്കൊന്നും പറ്റിയില്ലെന്നോ? ഒരു തവണ കോണിപ്പടിയുടെ മുകളിൽ താഴെ വീഴുമ്പോ വേദന നിനക്ക് മനസ്സിലാകും. അയ്യോ, നിങ്ങൾ വീണതോ വീണു, ഇനി ഞാനും കൂടി വീഴണോ? എന്താടീ പറയുന്നേ? നിനക്ക് വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്യുന്നു? എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തൂടെ നിനക്ക്? ആദ്യം ഞാൻ പറയുന്നതൊന്ന് കേക്ക്. അഭിയേട്ടൻ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ശരിക്കും അവൻ വന്നോ? ഉണ്ണി എവിടുന്ന് പുറത്താക്കാൻ വേണ്ടി കള്ളം പറഞ്ഞാന്നാ കരുതിയേ. സത്യമായിട്ടും വന്നിട്ടുണ്ട് ആന്റി. അഭിയേട്ടൻ എന്താ വേണ്ടതെന്ന് നോക്കാനായിട്ട് വസുവേട്ടത്തി അമ്മ മുകളിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട്. അവൻ ഈ സമയത്ത് വരാറില്ലല്ലോ. രാവിലെ ഓഫീസിൽ പോയാ പിന്നെ രാത്രി വരാറുള്ളൂ. പിന്നെ ഇപ്പൊ എന്തിനാ വന്നേ? ഇപ്പൊ കണ്ടില്ലേ? എന്റെ സംശയം എന്താന്ന് വെച്ചാ വസുവേട്ടത്തിയോട് അഭിയേട്ടന് ഇപ്പോ ലവ് സ്റ്റാർട്ട് ആയോന്നാണ്. ലവോ? പിന്നെ ഇന്നലെ മുഴുവൻ ഓഫീസിൽ രണ്ടാളും ഒന്നിച്ചായിരുന്നില്ലേ? പോരാഞ്ഞിട്ട് ബുള്ളറ്റിലിരുന്ന് ഫുൾ കറക്കമല്ലായിരുന്നോ? ഇന്നിപ്പോ വസുവേട്ടത്തി അടുത്തില്ലാത്തത് കൊണ്ട് അഭിയേട്ടൻ വളരെ ഡിസ്റ്റർബ്ഡ് ആയതുപോലെ. വസുവേട്ടത്തി അടുത്തില്ലാതെ അഭിയേട്ടന് ഇരിക്കാൻ പറ്റുന്നില്ല. എന്താടി ആവശ്യമില്ലാത്ത ഓരോ മണ്ടത്തരം പറയുന്നേ? കൊറേ നേരമായിട്ട് എന്റെ ഇടത്തെ കണ്ട് തുടിച്ചോണ്ടിരിക്കുക ആന്റി. എന്താ ഇങ്ങനെയെന്ന് ആലോചിക്കായിരുന്നു. ഞാൻ താഴെ വീണതല്ലേ, അതുകൊണ്ടാണ് തുടിക്കുന്നത്. ആന്റി താഴെ വീണത് വലിയ വാർത്തയൊന്നും അല്ല. അഭിയേട്ടന്റെയും വസുവേട്ടത്തിയുടെയും ഇടയില് ലവ് സ്റ്റാർട്ട് ആയതാണ് മോശപ്പെട്ട വാർത്ത. ഞാൻ താഴെ വീണത് നിനക്ക് മോശം വാർത്തയല്ലല്ലേ? അയ്യോ, വീണ്ടും തുടങ്ങിയോ? വസുവേട്ടത്തിയും അഭിയേട്ടനും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പാടില്ലെന്നല്ലേ നിങ്ങളുടെ കോൺസെപ്റ്റ്? അതെ. എനിക്ക് നടക്കാത്ത രണ്ടാം കല്യാണം അവക്ക് നടന്നിരിക്കുന്നു. അവള് സന്തോഷമായിട്ട് ഇരിക്കുന്നത് എനിക്ക് കാണാൻ വയ്യ. എന്നാ പിന്നെ ചെല്ല്. എവിടെ പോവാനാ? അവരെന്താ ചെയ്യുന്നെന്ന് പോയി നോക്ക്. ഇവിടെ എണീറ്റ് നിക്കാൻ പോലും പറ്റുന്നില്ല. പടി കയറി മുകളിൽ പോയി നോക്കണോ? എന്നെ കൊണ്ട് വയ്യ. അവർക്കിടയിൽ റൊമാൻസ് സ്റ്റാർട്ട് ആയോ എന്തോ? അഭി അങ്ങനെയുള്ള ഒരു പയ്യനൊന്നും അല്ല. പിന്നെ എന്തിനാ ഇപ്പൊ വീട്ടിലേക്ക് വന്നത്? ഉറപ്പായിട്ടും അവർക്കിടയില് ലവ് സ്റ്റാർട്ടായി കാണും. അങ്ങനെയാണോ തോന്നേ? അങ്ങനെ തന്നെയാ. ആ മുറിക്കുള്ളിൽ ഇപ്പോ അങ്ങനെ തന്നെ ആയിരിക്കും. ഏട്ടാ, ഓഫീസിൽ നിന്ന് എന്താ നേരത്തെ വന്നേ? എന്തെങ്കിലും എടുക്കാൻ മറന്നുപോയോ? എന്താ മറന്നുപോയെന്ന് പറഞ്ഞോ, ഞാൻ പോയി എടുത്തിട്ട് വരാം. കോഫി കൊണ്ടുവരട്ടെ? എന്താ ഒന്നിനും മറുപടി തരാത്തെ? ഞാൻ ഓഫീസിലേക്ക് വരാത്തത് കൊണ്ട് എന്നോട് ദേഷ്യത്തിലാണോ? ഏട്ടൻ ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കല്ലേ. എന്നോട് എന്തെങ്കിലും ഒന്ന് പറയൂ. എന്താ പറ്റി? ഏട്ടൻ എന്തിനാ എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നേ? പറയേട്ടാ. എന്തെങ്കിലും ഒരു ജോലി ആരംഭിച്ചാൽ അതാദ്യം കംപ്ലീറ്റ് ചെയ്യണം. പകുതിയിൽ അത് ഉപേക്ഷിക്കരുത്. ഇന്നലെ നീ ഓഫീസിലേക്ക് വന്ന് സ്റ്റാഫുകൾക്ക് എന്തൊക്കെ നിർദ്ദേശം കൊടുത്ത്
അവരെ ഇംപ്രസ് ചെയ്യിച്ചു. ഇന്ന് അവരെല്ലാം തന്നെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുക. താൻ വന്ന് ഫിനിഷ് ചെയ്യുന്ന വിചാരിച്ചിരിക്കുക എല്ലാവരും. ഇങ്ങനെ ഇൻകംപ്ലീറ്റ് ആയിട്ടൊരു ജോലി ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. ഒന്നാമതായി അത് കംപ്ലീറ്റ് ചെയ്യണം. രണ്ടാമത് ട്രൈ ചെയ്യാതെ മാറി നിൽക്കരുത്. തനിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ എന്നോട് പറയണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? പക്ഷെ താൻ ഒരു കാരണവും പറയാതെ മാറി നിന്നു. അത് ഇളയമ രാവിലെ പടിയിൽ നിന്ന് വീണതല്ലേ? അതല്ല കാരണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്താണെന്നുള്ളത് താൻ പറഞ്ഞേ പറ്റൂ. ഞാനത് തന്നോട് ചോദിച്ചതാണ്. അഖിലിനെ കൊണ്ട് ചോദിപ്പിച്ചു. എന്റെ സൈലൻസ് നിന്നെ വേദനിപ്പിച്ചതുപോലെ ഇപ്പൊ നിന്റെ മൗനം എന്നെയും വേദനിപ്പിക്കുകയാണ്. സോറി ഏട്ടാ. ഞാനൊന്നും പാതിയിൽ നിർത്താറില്ല. ഒരു കാര്യം തുടങ്ങിയിട്ട് പാതിയിൽ നിർത്തുന്നവരെ എനിക്കിഷ്ടമല്ല. അങ്ങനെയല്ല ഏട്ടാ. എനിക്ക് ആവശ്യമുള്ള ഫയൽ കിട്ടിക്കഴിഞ്ഞു. ഞാൻ ഇറങ്ങുന്നു. ഊണ് കഴിച്ചിട്ട് പോയാ പോരെ? സമയമായി. കഴിക്കാനിപ്പോ സമയമില്ല. കഴിക്കാൻ ഒരുപാട് സമയം വേണ്ടല്ലോ. ഈവന്റ് അടുത്ത് വരെയാണ്. ഇനി ഒരുപാട് ജോലികൾ തീർക്കാനുണ്ട്. തീരെ സമയമില്ല. എനിക്ക് ജോലി കഴിഞ്ഞിട്ടുള്ളൂ മറ്റെന്ത്. ഒരു ജോലി അപൂർണ്ണമാക്കിയിട്ട് ഞാൻ മറ്റൊന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യില്ല. ഓഫീസിൽ പോകരുതെന്ന് അമ്മ എന്നോട് പറഞ്ഞ കാര്യം ഞാൻ ഏട്ടനോട് പറഞ്ഞാൽ അത് ചെറിയ കാര്യമാണ്. പക്ഷെ അത് അമ്മയോട് ഏട്ടൻ പോയി ചോദിച്ചാൽ വലിയ വിഷയമാവും. അതുകൊണ്ടാ ഞാനും ഏട്ടനും വിഷമിച്ചാലും അമ്മയുടെ മനസ്സ് വേദനിക്കരുതെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് ഈ വിഷയം ഏട്ടനോട് പറയാൻ പറ്റില്ല. ഏട്ടൻ എന്നോട് ക്ഷമിക്കണം. അഭിയേട്ടൻ ദേഷ്യത്തിൽ ഇറങ്ങി വരുന്ന പോലെയുണ്ട്. അപ്പൊ പിന്നെ റൂമിൽ ഒന്നും നടന്നിട്ടുണ്ടാവില്ല. ആന്റി ആന്റി ആന്റി. അയ്യോ, പോയ വേഗത്തിൽ തിരിച്ചെത്തിയോ? റൂമിലേക്ക് പോയ ചേട്ടൻ തിരികെ വന്നിട്ടുണ്ട് ആന്റി. ഇത്ര പെട്ടെന്നോ? ആ റൂമില് ഒന്നും നടന്നിട്ടില്ല. മാത്രമല്ല ഏട്ടൻ നല്ല ദേഷ്യത്തിലാ പോയത്. കയ്യിലൊരു ഫയലും ഉണ്ട്. അപ്പോ അവൻ വീട്ടിൽ വന്നത് വസുവിന് വേണ്ടിയല്ലേ? ഫയൽ എടുക്കാനായിരുന്നോ? വന്നുടനെ ഓഫീസിലേക്ക് വരാത്തോണ്ട് വസുവേട്ടത്തി അഭിയേട്ടൻ നല്ലോണം വഴക്കു പറഞ്ഞു കാണും. അപ്പൊ നീ നേരത്തെ ലവും റൊമാൻസും സ്റ്റാർട്ടായി എന്ന് പറഞ്ഞതോ? അങ്ങനെ നടക്കൂന്നോർത്ത് ഞാനൊന്ന് ഭയന്നു പോയി ആന്റി. അതുകൊണ്ട് ഇനിയൊന്നും സംഭവിക്കില്ലെന്ന് ഓർത്ത് നമുക്ക് സമാധാനിക്കാം. എന്തൊരു സന്തോഷാടി നിനക്ക്. അവളുടെ ഒരു സാഡിസം കണ്ടില്ലേ? നിങ്ങളുടെ സാഡിസം വെച്ച് നോക്കുമ്പോ ഞാൻ വളരെ ജൂനിയർ ആന്റി. കൊള്ളാലോ. നിന്റെ വാ വെറുതെ ഇരിക്കില്ലല്ലോ. മൊത്തം എന്റെ ബുദ്ധിയാ നിനക്ക്. ഇത്രയും നാള് എനിക്ക് കുഞ്ഞുങ്ങളില്ലെന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കുകയായിരുന്നു. എനിക്കൊരു അവകാശമായിട്ട് നീ വന്നു. ഈ വീട്ടില് ഞാൻ കഴിഞ്ഞാ പിന്നെ എല്ലാം നീയാ. ഒന്ന് പോയി ആന്റി. അമ്മേ, അല്ലെങ്കിൽ തന്നെ വേദന സഹിക്കാൻ വയ്യ. ഇങ്ങനെയാണോ കൈ പിടിക്കുന്നേ? അമ്മേ, വയസ്സായി എന്നൊരു വിചാരം പോലല്ലോടി. വയസ്സായെന്നോ? അപ്പൊ രണ്ടാം കല്യാണം അതും ഇതെന്നൊക്കെ പറഞ്ഞ കല്യാണവും വയസ്സും തമ്മിൽ എന്താ മോളെ ബന്ധം? മനസ്സിന് പ്രായാവില്ലെന്ന് എത്ര സിനിമകളിൽ പറഞ്ഞിട്ടുള്ളതാ. അപ്പൊ പിന്നെ കല്യാണത്തിന് ആന്റി റെഡിയാണല്ലേ? ഞാൻ എപ്പോഴേ റെഡിയാ.
ഒരു വരനെയാ ഇതുവരെ കിട്ടാത്ത. കിട്ടാനും പോകുന്നില്ല. എന്തുവാണ് നീ ഇങ്ങനെ പറയുന്നേ? വെറുതെ തമാശക്ക് പറഞ്ഞതാ. വസുവേട്ടത്തേക്ക് കരച്ചിൽ, നമുക്കാണെങ്കിൽ വിജയം. അബി, പറയട്ടെ. ഓഫീസിലേക്ക് തിരിച്ചു പോവാണോ? ഫയല് മറന്നുപോയി, അതെടുക്കാൻ വന്നതാ. ഭക്ഷണം കഴിച്ചിട്ട് പോയാലോ അബി? ഓഫീസിൽ പോയിട്ട് ഏട്ടനും അഖിലിനോടൊപ്പം ഞാൻ കഴിച്ചോളാം. ഇവിടെ വസുവിന്റെ ഒപ്പം ഇരുന്ന് കഴിച്ചൂടെ? വസുവിനോട് ദേഷ്യമുണ്ടോ നിനക്ക്? അങ്ങനെയൊന്നുമില്ല ഏട്ടത്തി. അബി, ഞാൻ നിന്നോടൊരു കാര്യം പറയാം, നീ തെറ്റായിട്ട് എടുക്കരുത്. ഞാൻ എപ്പോഴെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ ഏട്ടത്തി? നീ എന്നെ തെറ്റിദ്ധരിച്ചാലും കുഴപ്പമില്ല അബി, വസുവിനെ മാത്രം ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. അവൾ എന്താ നിന്റെ കൂടെ ഓഫീസിൽ വരാത്തേന്നറിയോ? ഇന്നലെ നിന്റെ കൂടെ ഓഫീസിൽ വരുന്ന സമയത്ത് എത്ര സന്തോഷമായിരുന്നെന്നറിയോ അവൾക്ക്? പക്ഷെ ആ സന്തോഷം ഒരൊറ്റ ദിവസം ഉണ്ടായിരുന്നുള്ളൂ. കാരണം രാത്രി അമ്മ വസു ഓഫീസിൽ പോകുന്നതിന് താല്പര്യമില്ലാത്ത രീതിയിൽ സംസാരിച്ചു. പിന്നെന്താ ആ കാര്യം അവൾ എന്നോട് പറയാത്തെ? അതെങ്ങനെ നിന്നോട് പറയാ? നീ പോയത് അമ്മയോട് ചോദിക്കില്ലേ? നിന്നോട് പറഞ്ഞെന്ന് പറഞ്ഞ അമ്മയ്ക്ക് വീണ്ടും വസുവിനോട് ദേഷ്യം കൂടില്ലേ? പിന്നെ അത് വലിയ പ്രശ്നമാവും. അതുകൊണ്ട് അബി, സ്ത്രീകൾക്ക് അവരുടെ പല വിഷമങ്ങളും പുറത്തു പറയാൻ പക്ഷെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോ നീ ഒന്നും തന്നെ പറയാതിരുന്ന അതും അവൾക്ക് വേദന തന്നെയാ. ഒരു കാര്യം പറയട്ടെ അബി, ഇന്നലെ രാത്രിയിൽ അമ്മ വസുവിനെ അങ്ങനെയൊക്കെ പറഞ്ഞു പോയതില് ഇപ്പൊ അമ്മയ്ക്ക് ഒരുപാട് വിഷമമുണ്ട്. കുട്ടികളുടെ കാര്യവും ഓഫീസ് കാര്യവും ബാലൻസ് ചെയ്തോളാൻ പറഞ്ഞു. പക്ഷേ അമ്മയുടെ മനസ്സ് വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാ വസു അങ്ങനെ മൗനമായിട്ടിരുന്നത്. വസുവിന്റെ ഭാഗത്ത് തെറ്റില്ലാത്ത പോലെ അമ്മയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. ശരി അടുത്തി, ഞാൻ പോയിട്ട് വരാം. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അബി വസുവിനോട് ഒന്നും സംസാരിക്കാതെ പോയല്ലോ. അബിയുടെ മനസ്സ് മനസ്സിലാക്കുന്നത് വലിയ കഷ്ടം തന്നെയാ.
അമ്മമ്മ അമ്മയെ വഴക്ക് പറഞ്ഞോണ്ടാണ് അമ്മ ഇന്ന് അച്ഛന്റെ കൂടെ ഓഫീസിൽ പോകാത്തെന്ന് തോന്നുന്നു. സുമംഗലി അമ്മമ്മ അമ്മമ്മയുടെ അടുത്ത് എന്തൊക്കെയോ ഏഷണികളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാ അമ്മമ്മ ഇന്നലെ അമ്മ വഴക്ക് പറഞ്ഞത്. അതുകൊണ്ടാ ബാലഗണപതി അമ്മമ്മ പടീന്ന് തള്ളിയിട്ടത്. അച്ഛനോടിപ്പോ വല്യമ്മ സത്യങ്ങളെല്ലാം പറഞ്ഞതുകൊണ്ട് അച്ഛൻ അമ്മയെ ഇനി മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യില്ലാന്ന് തോന്നുന്നു. ഈവനിങ് അമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുത്ത് സോറി പറഞ്ഞ് സർപ്രൈസ് കൊടുക്കുമായിരിക്കും. എന്താ അമ്മ അതിനുള്ളില് ടാപ്പ് ഓപ്പൺ ആക്കിയോ? ഞാനിങ്ങനെ വിഷമിച്ചോണ്ടിരിക്കുമ്പോ നീ എന്നെ കളിയാക്കുവാണോ ഉണ്ണി? ഇപ്പൊ എന്തിനാ അമ്മ ഇവിടെ ഇരുന്ന് ഇങ്ങനെ കരയുന്നത്? അച്ഛന്റെ കൂടെ ഓഫീസിൽ പോകാൻ പറ്റാത്തണ്ടാണോ? നീ എന്താ ഇന്ന് സ്കൂളിലേക്ക് പോവാത്തെ? അമ്മ എന്തുകൊണ്ടാണോ ഓഫീസിൽ പോവാത്തത് അതുകൊണ്ട് തന്നെ ഞാൻ സ്കൂളിൽ പോവാതിരുന്നത്. നന്നായിട്ട് നീ തമാശ പറയുന്നുണ്ട്. എനിക്കൊരു ഡൗട്ട് ഉണ്ട് അമ്മ. ഈ ഗേൾസിനൊക്കെ എങ്ങനെ കരയുന്നതിന് മുമ്പ് ഇങ്ങനെ കണ്ണിന്ന് വെള്ളം വരുന്നത്? എന്നെ പോലുള്ള ബോയ്സിന് എത്ര കരച്ചിൽ വന്നാലും കണ്ണിന്ന് വെള്ളം വരില്ലല്ലോ. എന്താടാ നീ വലിയ ആൾക്കാരെ പോലെ സംസാരിക്കുന്നുണ്ടല്ലോ. കൊച്ചുകുട്ടികൾ എന്ത് ഡൗട്ട് ചോദിച്ചാലും വലിയവരത് ക്ലിയർ ചെയ്ത് കൊടുക്കണം. സ്കൂളിലേക്ക് പോയിരുന്നെങ്കിലേ നിന്റെ ഈ ഡൗട്ട്സ് എല്ലാം ടീച്ചേഴ്സ് ക്ലിയർ ചെയ്ത് തന്നെ. വര വര നീ വളരെ വഷളായി വരിക. നിന്നെ രാവിലെ 4 അടിയും തന്ന് സ്കൂളിലേക്ക് വിട്ടിരുന്നെങ്കിലേ ഇങ്ങനെ അവിടെയും ഇവിടെയും പോയി നിന്ന് കഥ പറഞ്ഞോണ്ട് നിക്കില്ലായിരുന്നു നീ. അമ്മയ്ക്ക് കമ്പനി തരാനായിട്ടാ ഞാനിങ്ങനെ ലീവ് എടുത്തത്. ഇപ്പൊ എന്തിനാ ബസ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഉണ്ണി ഈയിടെയായിട്ട് നിന്റെ സംസാരത്തിൽ ഓവറായിട്ട് വരുന്നുണ്ട് കേട്ടോ. നീ മുത്തശ്ശിയുടെ അടുത്തേക്ക് പോയിക്കോ. എന്റെ മൂഡ് അത്ര ശരിയല്ല. എന്താ ശരിയല്ലാത്ത? എല്ലാ കാര്യങ്ങളും ഞാൻ നിന്നോട് പറയണമെന്നുണ്ടോ? ശരി, ഈവനിങ് അമ്മയുടെ മൂഡ് ശരിയാവുന്ന എനിക്ക് നല്ലോണം അറിയാം. വൈകുന്നേരം ഹാപ്പി ആവും. എന്താടാ വലിയ ജോത്സ്യന്മാരെ പോലെ നീ ഭാവി പ്രവചിക്കുന്നേ? കുട്ടികള് പറയുന്നത് ദൈവം പറയുന്ന പോലെയാണെന്നല്ലേ? ഞാൻ പറയുന്നത് പോലെ തന്നെ സംഭവിക്കും. നിനക്ക് ഈ മണ്ടത്തരങ്ങളൊക്കെ ആരാ പറഞ്ഞിരുന്നേ? സ്കൂളില് എന്റെ മിസ് പറഞ്ഞു തന്നതാ. കൊച്ചുകുട്ടികൾ എന്തൊക്കെ പറഞ്ഞാലും അതെല്ലാം സംഭവിക്കുന്നമ്മ. ഇനിയും എന്റെ മിസ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നായിരുന്നു. അതില് ചില നല്ല പഴഞ്ചൊല്ലുകളൊക്കെ ഇപ്പൊ ഞാൻ അമ്മമ്മയടുത്ത് പറഞ്ഞിട്ട് വന്നതേ ഉള്ളൂ. നിന്റെ ഈ ബുദ്ധി കുറച്ച് പഠിക്കുന്ന കാര്യങ്ങൾ കാണിച്ചിരുന്നെങ്കിൽ മാർക്കെങ്കിലും കിട്ടിയേനെ. അമ്മക്ക് വിശ്വാസം ആവുന്നില്ലല്ലേ? ഈവനിങ് മൊത്തം അമ്മ ഹാപ്പി ആയിട്ട് ഇരുന്നില്ലെങ്കിൽ പിന്നെ എന്റെ പേര് ഉണ്ണിന്നായിരിക്കില്ല, മണ്ണുണ്ണിന്ന് മാറ്റും ഞാൻ. നീ ഉണ്ണിയായിരുന്നാലും മണ്ണുണ്ണിയായിരുന്നാലും എനിക്ക് ഒരു നഷ്ടം വരാൻ പോകുന്നില്ല. പോരുന്ന് പഠിക്കടാ. ഞാനിപ്പൊ പറഞ്ഞതല്ല എന്തായാലും സംഭവിച്ചിരിക്കും അമ്മ. ചെവിയില് നുള്ളിക്കോ, ഞാൻ മണ്ണുണ്ണിയൊന്നും അല്ല, ഉണ്ണിയാണ്. എന്താ ഇത് ഇവൻ ഇത്ര കോൺഫിഡന്റ് ആയിട്ട് പറഞ്ഞിട്ട് പോകുന്നേ? ഇത്ര ഉറപ്പിച്ച് സംസാരിക്കണമെങ്കിൽ വൈകിട്ട് എന്താ സംഭവിക്കാൻ പോകുന്നേ? ഞാൻ എടുത്തു ചാടിയൊന്നും പറയണ്ടായിരുന്നു, തെറ്റായിപ്പോയി. ഏട്ടാ, ഈവനിന്റെ എല്ലാ ഏർപ്പാടും പൂർത്തിയായി. ഇനി ഒരു കുഴപ്പമില്ല. ബസ് വന്നില്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല ബി. ആസ് ഇറ്റ് ഈസ് ഇവന്റ് നന്നായിട്ട് നടക്കും. അതെ അതെ ശരി ഏട്ടാ. അത് പോട്ടെ, ഏട്ടൻ പെട്ടെന്ന് എങ്ങോട്ട് പോയിട്ട് വരിക? ഈവന്റ് നടക്കുന്ന അടുത്താ?
ഇല്ല അഖിൽ, വീട്ടിൽ പോയതായിരിക്കും. അങ്ങനെയാണോ ഏട്ടാ? വീട്ടിൽ പോയിട്ട് വന്നതാണോ? എന്തിനാ ഏട്ടാ പോയത്? വേറെ എന്തിനാടാ, വസുവിനെ കാണാൻ. ഓ